ആഹ്വാനമനുസരിച്ച് ഭാരതം മുഴുവനും ഭാരതത്തിന് പുറത്ത് ഭാരതീയരുള്ള പ്രദേശങ്ങളിലും വിഭജന ഭീകരത ദിനമായി ഈ രീതിയിൽ നടക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി സെമിനാറുകളും നിരവധി മറ്റ് പരിപാടികളും ഒക്കെ നമുക്ക് സുപരിചിതമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഒരു സംഭവം 40 വർഷമായ സന്ദർഭത്തിൽ, അതായത് 1987 കോഴിക്കോട് വെച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 40ാം വർഷം. ഇന്ത്യൻ ജനാധിപത്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും, ഇതായിരുന്നു വിഷയം. അയ്യപ്പ പണിക്കരായിരുന്നു മോഡറേറ്റർ, MP വീരേന്ദ്രകുമാർ, മാന്യ പരമേശ്വർജിയൊക്കെ ആയിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നു. വീരേന്ദ്രകുമാർ വിഷയം അവതരിപ്പിച്ചു. അതിനുശേഷം മാന്യ പരമേശ്വർജിയെ ഇന്ത്യൻ ജനാധിപത്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും എന്ന വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഭാരതത്തിന്റെ ഇന്ത്യൻ ജനാധിപത്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും എന്ന വിഷയം അപൂർണമാണ്. കാരണം 947 ശേഷമാണ് സ്വാതന്ത്ര്യത്തിന് പിമ്പ് എന്ന് പറയുമ്പോൾ 947 ശേഷമാണ് എന്ന് ഉറപ്പാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിന്റെ സമൂഹ ജീവിതം, ഒരു രാഷ്ട്ര ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഭാരതത്തെയാണോ ഭാരതത്തിന് മുമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതോ അതിനു മുമ്പ് പല പേരുകളിൽ ഭാരതത്തിൽ ഭരണം നടത്തിയിരുന്ന ഇസ്ലാമിക ശക്തികൾ, സുൽത്താനത്ത് ഡൽഹി എന്ന പേരിലും മടിവംശമെന്നും ഗിൽജി വംശമെന്നും തുഗ്ലക് വംശമെന്നും ഒക്കെയുള്ള പേരുകളിൽ അധികാരം നടത്തിയിരുന്നവരുടെ ആ കാലഘട്ടത്തിന് ഇസ്ലാമിക ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള കാലത്തിലാണ് ഭാരതത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതോ അതിനു മുമ്പ് യവനാക്രമണകാരിയായിരുന്ന അലക്സാണ്ടറിൽ നിന്ന് തുടങ്ങി ഹോണന്മാരും കുശാന്മാരും അതുപോലെ ഈ തരത്തിലുള്ള അക്രമികളൊക്കെ വന്ന ആ കാലഘട്ടം മുതലായിരുന്നു, അതോ ആധുനിക ചരിത്രകാരന്മാർ ഭാരതത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ബുദ്ധന്റെ ജനനത്തോടു കൂടിയാണ് എന്ന് പറയുന്ന 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതത്തെയാണോ ഉദ്ദേശിക്കുന്നത്? വർഷം 52ാമത്തെ നൂറ്റാണ്ട്. അപ്പോ അത് മഹാഭാരത കാലഘട്ടം മുതൽ ആണ് ആ കാലഘട്ടം. അപ്പോ അതാണ്. അതോ അതിനു മുമ്പ് രാമായണ കാലഘട്ടം എന്ന് പറയുന്ന, അതിനേക്കാൾ ഏറ്റവും ചുരുങ്ങിയത് 20,000 എന്ന് ഭാഷാശാസ്ത്രകാരന്മാർ പലരും പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 5000 എന്ന് കണക്കാക്കിയാൽ ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അങ്ങനെ പിന്നോട്ട് പോയി രാഷ്ട്ര ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്, എവിടെ വെച്ചാണ് തുടങ്ങേണ്ടത് എന്നായിരുന്നു. ഈ വിഷയം ഇന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ വളരെ പ്രസക്തമാണ്. ഭാരതത്തിൽ നടന്നു പോന്നിരുന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ അന്തിമാംഗത്തിന്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന മഹാത്മാഗാന്ധി, പക്ഷെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളുടെ മത്താപ്പ് കത്തിക്കലിന്റെ വെളിച്ചത്തിൽ നിന്നും മധുരപലഹാരത്തിന്റെ വിതരണങ്ങളിൽ നിന്നും ഒക്കെ മാറി അദ്ദേഹം ബംഗാളിൽ ഒരു വീട്ടിലായിരുന്നു, ഒരു മുസ്ലിമായ സുഹൃത്തിന്റെ വീട്ടിൽ. മഹാത്മാഗാന്ധിയെ കേന്ദ്രസ്ഥാനത്ത് ഡൽഹിയിൽ കാണാൻ കഴിയാതിരുന്നതുകൊണ്ട് അന്വേഷിച്ച് വന്നിരുന്ന പത്രക്കാർ പലരും അദ്ദേഹത്തെ അന്വേഷിച്ച് ചിലരൊക്കെ ബംഗാളിൽ പോകുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരാശനാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികൾ ഒരു ഭാഗത്ത് കണ്ണഞ്ചിക്കുന്ന രീതിയിൽ ഡൽഹി കേന്ദ്രമായി നടന്നുകൊണ്ടിരിക്കെ അന്തിമാംഗത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നിരാശനാണ് എന്ന്. വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 50 വർഷങ്ങളായി, 5 പതിറ്റാണ്ടുകളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയത്നം ഇതാ ഈ യോഗശാലയിലൂടെ ഒഴുകി പോകുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യമല്ല എന്ന്.
എന്തുകൊണ്ട് എന്നതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. സ്വാതന്ത്ര്യത്തിന് പിതാക്കളുണ്ട്, സ്വാതന്ത്ര്യം നേടിയത് ഞങ്ങളാണ് എന്ന് ഈ അടുത്ത കാലത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ആയിരിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട സാഹിത്യകാരൻ അദ്ദേഹം തന്റെ ഒരു വീഡിയോ ഒരു വാട്സപ്പിലൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഏറ്റവും വലിയ തമാശ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അവരും സ്വാതന്ത്ര്യ സമരത്തിൽ അവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്ന്. എന്നും കാരശ്ശേരിയാണ് ഇത് പറയുന്നത്. കാരശ്ശേരി മാഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തമാശ ലോകത്ത് എന്താണുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്, അവരില്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗം. അപ്പോ അതനുസരിച്ച് ചിന്തിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും സ്വാതന്ത്ര്യത്തിന്റെ പിതാക്കളായി രംഗത്തുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ വിഭജനത്തിന്റെ പിതാക്കളില്ല. വിഭജനം ആരാണ്? സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളാണ് എന്ന് പറയാൻ 100 ആളുണ്ട്. വിഭജനം ആര് നടത്തിയെന്ന് വെച്ചാൽ ഞങ്ങളല്ല, ഞങ്ങൾ ആരും വിഭജനം നടത്തിയതല്ല. പിന്നെ ഇതെങ്ങനെ വന്നു? ഇത് വരാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഇത് ഒരു വശം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒന്നാമത്തെ പൊതുതെരഞ്ഞെടുപ്പില് നവജാത ശിശുവായിരുന്ന ഭാരതീയ ജനസംഘത്തിന് 3 മെമ്പർമാരുണ്ടായിരുന്നു. പാർലമെന്റിൽ ഈ 3 മെമ്പർമാർ ഭാരതീയ ജനസംഘം അന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തി എന്ന് ഒക്കെ വിശേഷിപ്പിക്കുകയും അങ്ങനെ സ്വയം ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം, വിഭജനത്തിന് ശേഷം ഭാരതത്തിൽ അവശേഷിച്ചിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എങ്ങനെ പരിഹരിക്കാൻ പോകുന്നു? ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതിന് കോൺഗ്രസ് പറഞ്ഞ മറുപടി, ലോക്സഭയിൽ പറഞ്ഞ മറുപടി, ആ വിഷയം രാഷ്ട്രീയമായി പരിഹരിക്കാൻ പോകുന്നു എന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈ വിഷയം രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റിന് പൂർണ്ണ ബോധ്യമുണ്ടോ? പാർലമെന്റിൽ പറഞ്ഞ മറുപടി, പൂർണ്ണ ബോധ്യമുണ്ട്. രാഷ്ട്രീയമായി കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഇന്ന് ഭാരതത്തിൽ അവശേഷിച്ചിട്ടുള്ളവരുടെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഗവൺമെന്റിന് പൂർണ്ണ വിശ്വാസമുണ്ട്. മൂന്നാമത്തെ ചോദ്യം, കോടിക്കണക്കിന് വരുന്ന ഭാരതത്തിലെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റിന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ വിഭജനം നടത്തിയത് എന്തിനായിരുന്നു? ആ മുസ്ലിങ്ങളുടെ പ്രശ്നം കൂടി രാഷ്ട്രീയമായി പരിഹരിക്കാമായിരുന്നില്ലേ എന്നായിരുന്നു. ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശ്, അന്നത്തെ കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അകപ്പെട്ടു. അവർക്ക് വേണ്ടിയാണല്ലോ വിഭജനം നടത്തിയത്. ഇന്ന് ഇവിടെ അവശേഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മുസ്ലിങ്ങളുടെ കൂടി പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാമായിരുന്നില്ലേ, വിഭജനം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നായിരുന്നു. ആ ചോദ്യത്തിന് അന്ന് മാത്രമല്ല 78 വർഷം, ഏതാണ്ട് 8 പതിറ്റാണ്ടുകൾ തികയുമ്പോൾ ഇപ്പോഴും ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. നാവില്ലാതെ അലയുകയാണ് ആ ചോദ്യം ഇപ്പോഴും. ഒന്നാമത്തെ ലോകസഭയിൽ ജനസംഘത്തിന്റെ മെമ്പർമാർ ഉയർത്തിയിരുന്ന ആ ചോദ്യം ഇന്നും നാവില്ലാതെ അറിയുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് വിഭജനത്തിന്റെ ഭീകരദിനം എന്ന നിലയിൽ ആഘോഷിക്കേണ്ടതുണ്ട്, ആചരിക്കേണ്ടതുണ്ട് എന്ന്. ഇന്നിപ്പോ പലരും ചോദിക്കുന്ന മറ്റൊരു വിഷയം, ഈ ഭീകര ദിനമായൊക്കെ ഇത് ആചരിക്കേണ്ടതിന് എന്താ ആവശ്യമുള്ളത്? 10-78 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയിട്ടുള്ളൊരു സംഭവം അത് ഇന്നും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഇന്നും വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമല്ലേ നടത്തുന്നത്? എന്താവശ്യത്തിനാണ് ഇതൊക്കെ എന്ന്. വേറൊരു ചോദ്യം, എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളായിരുന്നെങ്കിലും? അന്നത്തെ പരിസ്ഥിതി അതായിരുന്നു. ഇന്നിപ്പം
80 വർഷങ്ങൾ കഴിയാൻ പോകുന്നു, പിന്നോട്ട് തിരിച്ചു നോക്കി 80 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു ചെയ്യുന്നത്, അങ്ങനെയായിരുന്നു ഒക്കെ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ അന്ന് അഭിമുഖീകരിച്ച് ഈ സങ്കീർണമായ ഈ സാമൂഹ്യ പരിസ്ഥിതിയെ അഭിമുഖീകരിച്ചത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇതല്ലാതെ മറ്റൊരു പോംവഴിയും, വിഭജനമല്ലാതെ മറ്റൊരു പോംവഴിയും അന്നത്തെ സർക്കാർ, അന്നത്തെ നേതൃത്വത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളാണെങ്കിലും ചെയ്യുമായിരുന്നു ഇത് തന്നെ എന്നതാണ് മറ്റൊരു ന്യായം. ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ് ഇതൊക്കെ. ഒന്നാമത് ഇത് എന്തിനു വേണ്ടിയിട്ട് ആണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്ന്, രണ്ടാമത് നിങ്ങളായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുമായിരുന്നു എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഇത്തരം ചോദ്യങ്ങളുടെ, ഇത്തരം സന്ദേഹങ്ങളുടെ മുന്നിൽ കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ചരിത്രത്തിന്റെ ചുവരെഴുത്തുകളിൽ നിന്ന് പാഠങ്ങളും സന്ദേശങ്ങളും പഠിക്കാൻ കഴിയാത്തത് ആരായാലും അവർക്ക് വർത്തമാനകാലത്ത് പ്രവർത്തിക്കുവാനോ ഭാവിയെ കരുപിടിപ്പിക്കാനോ കഴിയും. ഭൂതകാലത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ. അതുകൊണ്ട് നമ്മളുടെ നാടിന് നേരിട്ട ഈ കൊടും വിപത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശം എന്താണോ, ആ സന്ദേശത്തെ മനസ്സിലാക്കി ഭാവിയെ കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഭൂതകാലത്തിൽ നിന്ന് സന്ദേശം പഠിക്കാൻ കൂട്ടാക്കാത്ത ഒരാൾക്കും ഭാവിയെ കരുപിടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ശരി, ില്ലാത്ത ഈ സംഭവത്തെ എങ്ങനെ നേരിടുമായിരുന്നു എന്ന് ഉള്ള വാദവും യഥാർത്ഥത്തിൽ ചരിത്ര നിഷേധമാണ്. കാരണം തൊട്ട് മുമ്പത്തെ നൂറ്റാണ്ടിൽ 1861 മുതൽ 1865 വരെ രേഖപ്പെടുത്തിയ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഷയമായിരുന്നു അമേരിക്കയിലെ സിവിൽ വാർ. അമേരിക്കൻ ഐക്യനാടുകളിൽ നടന്നിട്ടുണ്ടായിരുന്ന ആഭ്യന്തര കലാപം, ആ കലാപത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിന് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിൽ നടന്നിരുന്ന ഈ ആഭ്യന്തര യുദ്ധം 1861 മുതൽ 1865 വരെ 4 വർഷക്കാലം നീണ്ടു നിന്നു. അത് അവസാനിക്കുമ്പോഴേക്കും രണ്ട് അമേരിക്ക എന്ന് പറയുമ്പോൾ തെക്കും വടക്കുമായി പിരിഞ്ഞായിരുന്നു യുദ്ധം. ആ യുദ്ധത്തിൽ അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരുന്ന ഏതാണ്ട് 25 ഉണ്ടാക്കിയ ഒരു വമ്പിച്ച കലാപമായിരുന്നു 1861 മുതൽ 65 വരെ അമേരിക്കയിൽ നടന്നിരുന്ന ആഭ്യന്തര കലാപം നടക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കയിലെ ഭരണാധികാരി 16ാമത്തെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ ആയിരുന്നു. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ, അദ്ദേഹം ചാർജ് എടുക്കുന്നതിന്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് കലാപം ആരംഭിച്ചത്. തെക്കും വടക്കുമായി പിരിഞ്ഞ് വടക്കൻ സ്റ്റേറ്റുകളുടെ, അതായത് ഫെഡറൽ സ്റ്റേറ്റിന്റെ കീഴിൽ ഞങ്ങൾ ഒരിക്കലും ജയിച്ചു ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഘടനവാദം ഉയർത്തി. അവർ സൈന്യമുണ്ടാക്കിയത്, തെക്കൻ സംസ്ഥാനങ്ങൾ സൈന്യമുണ്ടാക്കി, സൈന്യത്തെ മാത്രമല്ല ഭരണ സംവിധാനം മൊത്തത്തിൽ ഉണ്ടാക്കി. എന്തിന്? കറൻസി പോലും പ്രത്യേകം അടിച്ചു. വടക്കൻ സംസ്ഥാനങ്ങളിൽ, വടക്കൻ സ്റ്റേറ്റുകളിൽ നിലനിന്നിരുന്ന കറൻസിക്ക് ബദലായി പ്രത്യേക കറൻസിയെ പോലും അടിച്ച് ഒരു കാരണവശാലും അമേരിക്കയുടെ മുന്നിൽ, അബ്രഹാം ലിങ്കന്റെ മുന്നിൽ ഒരൊറ്റ പോംവഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർക്ക് വിഭജനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു. നമ്മൾ ഭാരതത്തിലേക്ക് വന്ന് രണ്ടും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഈ വിഷയം നടന്നു, 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഈ വിഷയം നടന്നു. കോൺഗ്രസ് ഉയർത്തുന്ന വാദം എന്തുകൊണ്ട് വിഭജനത്തിന് അനുമതി കൊടുത്തു എന്നുള്ളതിന്റെ ന്യായമായിട്ടാണ് അവർ പറയുന്നത്. 2 വിഷയങ്ങളെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അത് വിഭജനമോ ആഭ്യന്തര കലാപമോ എന്നതായിരുന്നു നമ്മുടെ മുൻപിലുണ്ടായിരുന്ന വിഷയം. വിഭജനമോ ആഭ്യന്തര കലാപമോ എന്ന വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ കലാപം ഒഴിവാക്കുന്നതിന് വേണ്ടി നാം വിഭജനത്തെ സ്വീകരിച്ചു എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറയാറുള്ളത്.
നാം വിഭജനത്തെ അംഗീകരിച്ചതിന്റെ കാരണം വിഭജനമോ കലാപമോ ഇതിലേത് തെരഞ്ഞെടുക്കുമെന്നൊരു വിഷയമാണ്. എത്രയോ വർഷങ്ങൾ കോൺഗ്രസിന്റെ ചരിത്രം നോക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നു. അതിനു മുമ്പ് എത്രയോ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്നു. ഇനിയും വയ്യ, സ്വാതന്ത്ര്യം നേടിയിട്ടില്ല, അത് ശാന്തമായി സമാധാനപരമായി നടക്കണം. അതുകൊണ്ട് വിഭജനമോ കലാപമോ എന്ന ഒരു പ്രശ്നം വന്നപ്പോൾ നാം വിഭജനത്തെ അംഗീകരിച്ചു, കലാപം ഒഴിവാക്കാൻ. ഇതാണ് കോൺഗ്രസിന്റെ ന്യായം. തൊട്ട് മുമ്പത്തെ നൂറ്റാണ്ടിൽ ഇതേ വിഷയം അബ്രഹാം ലിങ്കൺ അംഗീകരിച്ചു. ഈ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ പ്രസിഡന്റിന് മുമ്പിൽ, അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ ഒരൊറ്റ പോംവഴിയേ ഉണ്ടായിരുന്നുള്ളൂ: കലാപത്തെ ഒഴിവാക്കാൻ, വിഭജനം അനുവദിക്കുക. എന്നാൽ അബ്രഹാം ലിങ്കൺ കലാപത്തെ ഇല്ലാതാക്കാൻ, കലാപം ഒഴിവാക്കാൻ വേണ്ടി വിഭജനത്തെ അംഗീകരിച്ചില്ല. ശക്തമായ ദേശീയ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നിരുന്ന അബ്രഹാം ലിങ്കൺ വിഭജനത്തെ എന്ത് വില കൊടുത്തും വിഭജനത്തെ തടയുമെന്നും തെക്കൻ സ്റ്റേറ്റുകൾ ഉയർത്തിയിട്ടുള്ള വിഘടനവാദത്തെ അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്ന് ഉഗ്രപ്രതിജ്ഞയെടുക്കുകയും അദ്ദേഹം അതിശക്തമായി ഈ വിഭജനവാദത്തെ നേരിടുകയും കലാപമെങ്കിൽ കലാപം, പക്ഷെ രാഷ്ട്രത്തെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന ധീരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അന്ന് അമേരിക്കൻ ഐക്യനാടുകൾക്ക്. 4 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. പലർക്കും നിരവധി പേർക്ക് പരിക്കുപറ്റി. 4 ലക്ഷം പേര് മരണപ്പെട്ട യുദ്ധം നടന്നെങ്കിലും ശാശ്വതമായി ഈ രാഷ്ട്രത്തിന്റെ ഭാവിയാണ് വലുത്, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയാണ് വലുത് എന്നതായിരുന്നു അബ്രഹാം ലിങ്കന്റെ തീരുമാനം. എന്നാൽ നിർഭാഗ്യവശാൽ തൊട്ടു മുമ്പത്തെ നൂറ്റാണ്ടിൽ ഏതാണ്ട് ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ചിരുന്നു ഈ ഒരു മാതൃകയെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അന്ന് ഭാരതത്തിന്റെ ഈ നേതൃത്വം, അതായത് വിഭജനത്തിനെ അംഗീകരിച്ച ആ നേതൃത്വം തയ്യാറായില്ല. വിഭജനമോ ആഭ്യന്തര കലാപമോ എന്ന ചോദ്യം അബ്രഹാം ലിങ്കൺ നേരിട്ടതുപോലെ തന്നെ നേരിട്ടിരുന്ന ഇന്ത്യൻ നേതൃത്വം കലാപത്തിന് പകരം വിഭജനം എന്ന ഓപ്ഷനാണ് അംഗീകരിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്തായി? ഇവിടെ സംഭവിച്ചത് കലാപം നടന്നാലും ശരി, കലാപത്തെ അടിച്ചമർത്തിക്കൊണ്ടായിരുന്നാലും ശരി, വിഭജനം നടത്തില്ലെന്ന് പറഞ്ഞിടത്ത് 4 ലക്ഷം പേരായിരുന്നു മരിച്ചതെങ്കിൽ ഇവിടെ കലാപം ഒഴിവാക്കാൻ വേണ്ടി വിഭജനത്തെ അംഗീകരിച്ച നാട്ടിൽ 20 ലക്ഷത്തോളം പേർ മരണപ്പെട്ടു. വിഭജനവും നടന്നു, കലാപവും നടന്നു. കലാപത്തിന്റെ ഫലം 20 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു. എത്ര പേർക്ക് മാനഹാനിയും എത്ര പേർക്ക് അംഗവൈകല്യവും ഒക്കെ വന്നു എന്നുള്ളത്, എത്ര പേർ പരിക്ക് പറ്റി ജീവച്ഛവങ്ങളായി മാറി എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല. ഒരു ജനസഞ്ചയം തന്നെ കടപുഴങ്ങി വീഴുന്നതിന്റെ അനുഭവമായിരുന്നു 947 വിഭജനത്തോടനുബന്ധിച്ച് ഭാരതത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അബ്രഹാം ലിങ്കൺ വിഭജനത്തെ ഒഴിവാക്കാൻ കലാപത്തെ അടിച്ചമർത്തുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കലാപത്തെ ഒഴിവാക്കാൻ വേണ്ടി വിഭജനത്തെ അംഗീകരിച്ച ഭാരതത്തിൽ സംഭവിച്ചത് വിഭജനവും നടന്നു, വിഭജനത്തോടൊപ്പം കലാപവും നടന്നു. 20 ലക്ഷത്തിലേറെ മരിക്കുകയും ചെയ്തു. അതിനുശേഷം 60 കോടി അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഭാരതത്തിന് നേരിട്ട ഈ പമ്പര വിഡിതം ചരിത്രപരമായ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു ഈ വിഭജനത്തെ അംഗീകരിച്ചു എന്നുള്ളത്. വിഭജനം എവിടെ നിന്ന് തുടങ്ങി, ആരായിരുന്നു വിഭജനത്തിന്റെ ഈ മുക്കൂട്ടി ശക്തികൾ എന്നത് അന്വേഷിച്ചു പോകുമ്പോൾ ഇന്ന് നേരത്തെ എണ്ണംകാരശ്ശേരി മാഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നു ഇന്ന് അവരാണ് ഭാരതത്തിന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പങ്കാളിത്തം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ആരായിരുന്നു അത്? പരസ്യമായി ചോദിക്കുമ്പോൾ ആളില്ല. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ആളുണ്ട്, പക്ഷെ വിഭജനം നടത്തിയതിന് പിതാക്കന്മാരില്ല. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ആരായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്താൻ പ്രയാസവും കാണുന്നില്ല. പലരും 3 കൂട്ടരും 3 കാരണങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കന്മാർ ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിഭജനം ആവശ്യപ്പെട്ടത് 940 മാത്രമായിരുന്നു. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആരംഭിച്ചിരുന്നു, ഓരോ പടി മുന്നോട്ട് വെക്കുകയായിരുന്നു എന്ന്. 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായ സന്ദർഭം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഓരോ പദം വെച്ച് മുന്നേറുകയായിരുന്നു അവർ വിഭജനത്തിൽ.
വിഭജനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം 906 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന്റെ തൊട്ടു മുമ്പത്തെ വർഷമാണ് ബംഗാൾ വിഭജനം നടന്നതും ഭാരതത്തെ ദുർബലപ്പെടുത്തുന്നതിന്, പരസ്പര സംഘർഷം വളർത്തുന്നതിന്, ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രയത്നം ബ്രിട്ടൻ ആരംഭിച്ചത്. 905 ഗംഗാതീരത്ത് കുളി കഴിഞ്ഞു വന്ന് പരസ്പരം കൈകളിൽ രാഗി ബന്ധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ചൊല്ലിക്കൊടുത്തിരുന്ന സത്യപ്രതിജ്ഞ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഹിന്ദു മുസ്ലിം ഭേദമന്യേ ഭാരതീയരെന്ന നിലയിൽ ബംഗാൾ വിഭജനത്തിനെതിരെ സമരകാഹളം മുഴക്കിയിരുന്ന ആ ഇന്ത്യൻ ജനത, ആ ഭാരതീയ സമൂഹത്തെ ഭിന്നിപ്പിക്കാതെ ഭരണം നിലനിർത്തി കൊണ്ടുപോകുക പ്രയാസമായിരിക്കും എന്ന് കണ്ടതിന്റെ ഫലമായിരുന്നു ഈ ബംഗാൾ മുസ്ലിം ലീഗ് ആരംഭിച്ചത്. 3 വർഷങ്ങൾക്കിടയിലാണ് മോണ്ടേഗു ചാൻസ്ഫോർഡ് ഭരണപരിഷ്കാരം ഉണ്ടാകുന്നത്. മോണ്ടേഗു ചാൻസ്ഫോർഡ് ഭരണപരിഷ്കാരത്തോടുകൂടി ജനപ്രാതിനിധ്യ നിയമത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി. 10 വർഷം കഴിഞ്ഞ് മിന്റോ മോർലി ഭരണപരിഷ്കാരം ഉണ്ടായപ്പോൾ മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിൽ അത് 33% ഉയർത്തി. യഥാർത്ഥത്തിൽ ഒത്തുകളിയായിരുന്നു. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു, മുസ്ലിം ലീഗിന്റെ ആവശ്യം ഈ ഭരണപരിഷ്കാര മാർഗങ്ങളിലൂടെ ബ്രിട്ടൻ നിയമമാണ്. ഇതിനെ ചോദ്യം ചെയ്യേണ്ടിയിരുന്ന കോൺഗ്രസ് നിസ്സഹായരായോ അല്ലെങ്കിൽ മുസ്ലിം ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയോ ഒരു ചോദ്യവും ഉന്നയിക്കാതെ അവരിതിനെ നിശബ്ദമായി അംഗീകരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ എത്തി 1940 ലാഹോറിൽ ചേർന്നിരുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ച് ആദ്യമായി മുസ്ലിം ലീഗ് വിഭജനവാദം ഉന്നയിച്ചു. അവരുടെ വിഭജന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ വിഭജനം ഒരു രാഷ്ട്രീയ വിഷയമായി അവർ ഉയർത്തിക്കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കഴിഞ്ഞിരുന്നെങ്കിലും ഒരു പ്രമേയം മുഖേന ഔദ്യോഗികമായി മുസ്ലിം ലീഗ് വിഭജനം ആവശ്യപ്പെട്ടിരുന്നില്ല. 940 മാത്രമാണ് അവരത് ഔദ്യോഗികമായ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. മുസ്ലിം ലീഗ് ഈ വിഭജനം ആവശ്യപ്പെടുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വേദി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1929-30 കാലത്ത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന രവി നദിയുടെ തീരത്ത് വെച്ച് നടന്നിരുന്ന 1929-30 AICC സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു 10 വർഷം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗും ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഒന്ന് പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ച അതേ സ്ഥലത്ത് വേദി കെട്ടി പന്തല് കെട്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വിഭജന പ്രമേയം അവതരിപ്പിച്ചു, പൂർണ്ണ സ്വരാജിനെ വെല്ലുവിളിച്ചുകൊണ്ട്. കോൺഗ്രസ് മുസ്ലിം ലീഗ് ഈ പ്രമേയം അവതരിപ്പിച്ച സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ പ്രമേയത്തിനെതിരെ ഭാരതത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടായി. ഇത് കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നറിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു. നേതാക്കന്മാരെ നേരിട്ടും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ കണ്ട് കോൺഗ്രസിന്റെ വിശദീകരണം എന്താണ് എന്ന്, കോൺഗ്രസിന്റെ നിലപാടെന്താണ് ഈ വിഭജന പ്രമേയത്തെ സംബന്ധിച്ച് എന്ന നിലപാട് അറിയുന്നതിന് വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായും പലരും കോൺഗ്രസ് നേതാക്കന്മാരെ സമീപിച്ചു. അങ്ങനെയാണ് 1942 കോൺഗ്രസിന്റെ സമ്മേളനം ചേരുന്നത്. അവിടെ അവതരിപ്പിച്ച പ്രമേയം അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയമായിരുന്നു. അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഒരു കാരണവശാലും വിഭജനം അംഗീകരിക്കില്ല എന്ന്, വിഭജനം അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്നവരെല്ലാം, മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ ഒരു കാരണവശാലും പാഴ്ക്കിനാവ് മാത്രമാണ് എന്ന്, ഇത് ഒരു സ്വപ്നം മാത്രമാണ് എന്ന്, സ്വപ്നത്തിലെ പാഴ്ക്കിനാവ് മാത്രമാണ് എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതികരണം. ഒരു കാരണവശാലും വിഭജനം അംഗീകരിക്കില്ല, അനുവദിക്കില്ല, സ്വപ്നത്തിലെ പാഴ്ക്കിനാവ് മാത്രമാണ് വിഭജന പ്രമേയം എന്നായിരുന്നു.
മഹാത്മാഗാന്ധിയുടേത് വളരെ പ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രതികരണം, എന്നെ മുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു. ഒരു പടി കൂടി മുന്നോട്ട് പോയി സർദാർ പട്ടേൽ അദ്ദേഹം പറഞ്ഞത്, വാളും തമ്മിൽ ഏറ്റുമുട്ടിയാലും ശരി, ജനസംഖ്യ കൈമാറ്റം നടത്തേണ്ടി വന്നാലും ശരി, വാളും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നാലും ശരി, വിഭജനം നടക്കില്ല. അഥവാ വിഭജനം നടന്നാൽ തന്നെ ജനസംഖ്യ കൈമാറ്റം നടത്തേണ്ടി വരും. ഇതായിരുന്നു സർദാർ പട്ടേലിന്റെ വിശദീകരണം. ഇങ്ങനെ നെഹ്റുവും പട്ടേലും ഗാന്ധിയും ഒക്കെ കൊടുത്ത ഉറപ്പ് വിശ്വസിച്ച ജനം 1946 നടന്ന തെരഞ്ഞെടുപ്പിൽ 942 കഴിഞ്ഞ് 42 46 ഇടയിലുള്ള നേതാക്കന്മാരുടെ ഇത്തരം വിശദീകരണങ്ങളും ഉറപ്പും വിശ്വാസത്തിലെടുക്കലും ഒക്കെ ഒരിക്കലും വിഭജനം നടക്കില്ല എന്ന ഒരു വിശ്വാസത്തിൽ എത്തിച്ചേർന്നിരുന്ന ഭാരതീയ സമൂഹം 946 നടന്നിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും നേരിട്ടായിരുന്നു ഏറ്റുമുട്ടൽ. വിഭജനം നടത്തുമെന്ന് ലീഗും വിഭജനം നടത്തില്ലെന്ന് കോൺഗ്രസും. വിഭജനം നടത്തില്ലെന്ന കോൺഗ്രസിന്റെ ഉറപ്പ് വിശ്വസിച്ച് അഭൂതപൂർവമായ വിജയം കൈവരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്. എന്നാൽ പിന്നീട് നാം കണ്ടത് 947 ജൂൺ 3 പ്രഖ്യാപിച്ച ജൂൺ 3 പ്ലാൻ എന്ന് അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റന്റെ റേഡിയോ പ്രക്ഷേപണമാണ്. ആ റേഡിയോ പ്രക്ഷേപണത്തിൽ അദ്ദേഹം ഭാരതത്തിന്റെ ക്ലെമന്റ് ആറ്റ്ലിയുടെ വന്നതിന് ശേഷം ബ്രിട്ടനിൽ വന്നിരുന്ന രാഷ്ട്രീയ മാറ്റവും നിലപാടും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ അല്പം നേരത്തെ തന്നെ 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിഭജനം സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനമെടുക്കുകയും സ്വാതന്ത്ര്യത്തിന്റെ നിലപാടും നടപടിക്രമവും എന്തായിരിക്കുമെന്ന് ജൂൺ മാസം 3-ാം തീയതി റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. അതിലായിരുന്നു 2 ഡൊമീനിയനുകളും 560ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള സ്വാതന്ത്ര്യവും അവർക്ക് അവിടെയോ ഇവിടെയോ എന്ന് തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശവും ഒക്കെ. അതൊക്കെല്ലാം നമുക്ക് അറിയാവുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഈ ജൂൺ 3 പ്ലാൻ കേട്ട സന്ദർഭത്തിൽ വീണ്ടും ജനങ്ങൾ സ്വാഭാവികമായും അവർ ഭയപ്പെട്ടു. അവർക്ക് ആകെ ആശയക്കുഴപ്പമുണ്ടായി. അവര് നിരാശരായി. വീണ്ടും ഇതേപോലെ പഴയതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ സമീപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു ജൂലൈ മാസം 14-15 തീയതികളിലായി, ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസം 14-15 തീയതികളിലായി കോൺഗ്രസിന്റെ സമ്മേളനം ചേർന്നു. കോൺഗ്രസിന്റെ ആ സമ്മേളനത്തെ കുറിച്ച് ജെ.ബി. കൃപലാനി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഈ ജൂൺ 3 പ്ലാനിനെ കുറിച്ച് ആദ്യത്തെ വിശദീകരണം സമ്മേളനത്തിൽ ഉണ്ടായതിനു ശേഷം എല്ലാവരും തലകുനിച്ചിരിക്കുകയാണ്. ആകപ്പാട് ഒരു ശോകമുഖമായ അന്തരീക്ഷം കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. ആകപ്പാട് ശോകമുഖമായ ഒരു അന്തരീക്ഷം. ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും നിരാശരായിരുന്നു. ഈ സന്ദർഭത്തിലാണ് തന്റേടിയായിരുന്ന കോൺഗ്രസുകാരൻ പുരുഷോത്തം ദാസ് ടണ്ടൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, വിഭജനം നടക്കില്ലെന്ന് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വവും ഭാരതീയ സമൂഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഇരിക്കുന്ന നേതൃത്വത്തിന് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ബാധ്യതയുണ്ട്. കോൺഗ്രസ് വിഭജനത്തെ എതിർത്തേ പറ്റൂ. ഇതായിരുന്നു പുരുഷോത്തം ദാസ് ടണ്ടന്റെ ആവശ്യം. ടണ്ടൻ ഇത് പറഞ്ഞതോടുകൂടി അടക്കി പിടിച്ച് ഇരുന്നിരുന്ന ഓരോരുത്തരായി ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. ഓരോരുത്തരും ആവശ്യപ്പെട്ടു. ടണ്ടന് പിന്നാലെ പേരുകൾ പറയുന്നു. അദ്ദേഹം പേരുകൾ പറയുന്നു. ഓരോരുത്തരായി പൊതുവെ അന്തരീക്ഷമാണ് മാറി. ശോകമുഖമായി നിന്നിരുന്ന സമ്മേളനം പ്രക്ഷുബ്ധമായ ആ സമ്മേളനത്തിന്റെ ഗതി ഈ പ്രമേയം പരാജയപ്പെടും. അതായത് വിഭജനത്തെ അനുകൂലിക്കണം എന്നുള്ള പ്രമേയം, കോൺഗ്രസ് കൊണ്ടുവരുന്ന പ്രമേയം, അത് പരാജയപ്പെടും എന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ശാന്തനായി മഹാത്മാഗാന്ധി എഴുന്നേറ്റു. മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മൾ ഈ പ്രമേയത്തെ അംഗീകരിക്കണം എന്ന്. അതോടുകൂടി ആ സമ്മേളനം അവസാനിച്ചു എന്ന്. എന്നെ മുറിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഭാരതത്തെ മുറിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഉറപ്പു നൽകിയിരുന്നു മഹാത്മാഗാന്ധി.
ഈ പ്രമേയം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രമേയത്തെ അംഗീകരിക്കണം എന്നായിരുന്നു. വിഭജനത്തിന് പിതാക്കളില്ല. വിഭജനം ആര് നടത്തി എന്ന് ചോദിച്ചാൽ വിഭജനത്തിന് പിതാക്കളില്ല, സ്വാതന്ത്ര്യത്തിന് അത് മുൻപതായി. മറുഭാഗത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയ, ആവശ്യങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ബ്രിട്ടീഷ് സർക്കാരും അതിന് വഴങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടൻ മുസ്ലിം ലീഗ് ഈ വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഈ വിഭജനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇതിന് താത്വികമായ ഒരു പരിവേഷം നൽകാൻ ശ്രമിച്ചത്. ദേശീയതകളെ കുറിച്ചും രാഷ്ട്രങ്ങളെ കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ലെനിന്റെ തത്വചിന്ത, ലെനിന്റെ ആശയങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധി. ഒരു രാഷ്ട്രം എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ച് ലെനിന്റെ അപക്വമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് ബുദ്ധി മുഴുവനും പാഠപുസ്തകങ്ങളിൽ പണയം വെച്ച്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കാൽക്കീഴിൽ പണയം വെച്ച് ലെനിന്റെയും അതുപോലെ സ്റ്റാലിന്റെയും ഒക്കെ ഈ പരട്ടുവാദങ്ങൾ വിഴുങ്ങി കഴിയുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. വിഭജനം പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം 40-ന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുപ്രസിദ്ധമായ ബോംബെ സമ്മേളനം, ആ ബോംബെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ഭാരതത്തിന്റെ ഈ മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിരുന്ന പ്രമേയത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുടെ ആവശ്യമനുസരിച്ച് എന്നായിരുന്നില്ല, മറിച്ച് ഭാരതം എന്ന് പറയുന്നത് 16 ദേശീയതകളുടെ ഒരു സംഘാതം മാത്രമാണ്. കാരണം ഈ 16 രാഷ്ട്രങ്ങൾക്കും പ്രത്യേകം രാഷ്ട്രമായി അംഗീകരിച്ചു. 1945 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ഗംഗാധരൻ അധികാരി സിഖ് മാതൃരാജ്യം ഹിന്ദു മുസ്ലിം സിഖ് ഐക്യത്തിലൂടെ എന്ന പേരിൽ ഒരു ലഘുലേഖ എഴുതി പ്രസിദ്ധീകരിച്ചു. ദേശീയത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദേശീയതയല്ല, ഒരു ദേശീയതയല്ല നമ്മുടേത്. 16 രാഷ്ട്രങ്ങൾ എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നതെങ്കിലും ബലൂചി ദേശീയത എന്നൊരു ദേശീയതയെ കൂടി പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് 17 ദേശീയതകളുടെ ഒരു സംഘാതമാണ് കൂടിച്ചേർന്നത്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നതാണ് ഭാരതം. അതുകൊണ്ട് 17 രാഷ്ട്രങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് എന്ന് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് 1946 പൊതുതെരഞ്ഞെടുപ്പുണ്ടായത്. ഈ പൊതുതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിദ്ധീകരിച്ചിരുന്ന പ്രകടന പത്രികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചാൽ ഇതിനെ 17 രാഷ്ട്രങ്ങളാക്കി മാറ്റുമെന്ന് മാത്രമല്ല, രൂപീകരിക്കാൻ പോകുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആ ഭരണഘടനാ നിർമ്മാണ സമിതി ഒറ്റ ഭരണഘടനയ്ക്കായിരിക്കില്ല, 17 ഭരണഘടനകൾക്കായിരിക്കും രൂപം നൽകുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 46-ലെ പ്രകടന പത്രികയിൽ ഭാരതീയ സമൂഹത്തിന് നൽകിയ ഉറപ്പായിരുന്നു 17 ഭരണഘടനാ സമിതികൾ ഉണ്ടാക്കും എന്ന്. അപ്പോൾ 17 ഭരണഘടനാ സമിതികൾ ഉണ്ടാക്കി 17ആയി വിഭജിച്ചു കൊടുക്കും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അതനുസരിച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് വളരെ ചെറിയ ആവശ്യമേ ഉന്നയിച്ചിട്ടുള്ളൂ. 2ആയി വിഭജിക്കണമെന്നേ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2ആയി വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗും വിഭജനം ഒരു പ്രശ്നമല്ല എന്ന നിലപാടെടുത്ത കോൺഗ്രസ് ഇതിനെല്ലാം തന്നെ ഭാരതത്തിന്റെ ഈ അപാരമായിട്ടുള്ള ഈ പ്രകൃതി വിഭവങ്ങളും ഇവിടുത്തെ ജനസംഖ്യ, നമ്മുടെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള നമ്മുടെ ജനസംഖ്യയും ഈ നാടിന്റെ പൗരാണികമായിട്ടുള്ള അതിന്റെ മേന്മയും അതിന്റെ സവിശേഷതകളും എല്ലാം മനസ്സിലാക്കിയിരുന്ന ബ്രിട്ടൻ ഭാവിയിൽ യൂറോപ്പിനോ ഇംഗ്ലണ്ടിനോ ഈ വിഭാഗം, ഈ രാജ്യം ഒരു തലവേദനയായി മാറരുത്, അതായത് ബ്രിട്ടനെയും കവച്ചു വെക്ക് പോകുന്ന ഒരു ശക്തിയായി തീരരുത് എന്ന ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ബ്രിട്ടനും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം ചേർന്ന് ഈ കൂട്ടുമുന്നണിയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ വിഭജനത്തിന് കാരണക്കാരായത്. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, ഈ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ എവിടെയായിരുന്നു?
47 വിഭജനം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് പറയുന്ന ഈ ഹിന്ദുത്വ സംഘടിത ശക്തി എന്ന് പറയുന്ന വിഭാഗമൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം. ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുതകൾ എന്ന് പറയുന്നത് 1947 ആഗസ്റ്റ് 14 അതിന് മുമ്പുണ്ടായിരുന്ന ഈ കോൺഗ്രസ് അവതരിപ്പിച്ചിരുന്ന ജൂലൈ 14-15 ദിവസങ്ങളിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്ന ഈ കാലഘട്ടത്തിലൊന്നും തന്നെ ഒരു ദേശീയ മനോഭാവത്തോടു കൂടി ഭാരതത്തെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം രാജനൈതിക രംഗത്തുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് സംഘത്തിന്റെ പ്രവർത്തനം മാത്രമാണ്. 1947-40 മുതൽ ആ ഒരു കാലത്തെ കുറിച്ച് സംഘത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിച്ചാൽ സംഘസ്ഥാപകന്റെ ഈ വിയോഗവും തുടർന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ സംഘവികാസത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന അഖില ഭാരതീയ തലത്തിലേക്ക് സംഘത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന പരിശ്രമങ്ങൾ പ്രചാരകന്മാരെ ഓരോ പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ആ തലത്തിൽ ഒരു കാര്യമായ ഒരു പരിവർത്തനം സമൂഹത്തിൽ സംഭവിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് സംഘവും വളർന്നു വന്നിരുന്നില്ല. മറുഭാഗത്തുണ്ടായിരുന്നത് ഒന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന മഹാമേരുവായിരുന്നു, മുസ്ലിം ലീഗ് എന്ന വൈകാരിക സംഘടനയായിരുന്നു, സംഘടനയേക്കാൾ 10 മടങ്ങ് ആശയപരമായ സ്വാധീനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇതിനിടയിൽ ഒരു രാജനൈതിക രംഗത്ത് സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ലാത്ത സംഘം വന്നൊരു ചെറു സംഘടന മാത്രമാണെന്ന് ഈ വിഷയത്തെ വിഭജന വിരുദ്ധമായി ഈ വിഷയത്തെ നോക്കിക്കണ്ടിരുന്നത്. അന്ന് പരമപൂജനീയ ഗുരുജി ആവുന്ന രീതിയിൽ അദ്ദേഹം പരിശ്രമിച്ചു. നേതാക്കന്മാരെ മുഴുവനും അദ്ദേഹം ചെന്ന് കണ്ടു. സ്വാതന്ത്ര്യ സമ്പാദനം വൈകിയാലും ശരി, ഒരു കാരണവശാലും വിഭജനം അംഗീകരിക്കരുതെന്ന് അദ്ദേഹം അപേക്ഷിച്ചു നോക്കി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. പലരും അദ്ദേഹത്തോട് ഒരു കേവലം ഉപരിപ്ലവമായ യുക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ചിലരൊക്കെ ചോദിച്ചു, മക്കൾ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഭാഗം വെക്കുന്നത് സാധാരണമല്ലേ? മുസ്ലിങ്ങൾക്ക് നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ പിന്നെ അവരുടെ ആവശ്യമായത് അവർക്ക് വീതിച്ചു കൊടുക്കുക, ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, സമ്പ്രദായമല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടി പ്രസിദ്ധമാണ്. അതേപോലെ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ മക്കൾ പിരിഞ്ഞു പോകുമ്പോൾ അമ്മയെ വീതം വെച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടത് 17 സ്റ്റേറ്റുകളായിട്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് കണ്ടത് കോൺഗ്രസിന്റെ ആവിർഭാവവും ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉള്ള ഒരു നേഷൻ ഇൻ ദി മേക്കിംഗ് എന്ന കാഴ്ചപ്പാടിലായിരുന്നെങ്കിൽ, ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന കാഴ്ചപ്പാടിലായിരുന്നുവെങ്കിൽ, മുസ്ലിം ലീഗ് തികച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ, ബ്രിട്ടൻ സാമ്രാജ്യത്വ കാഴ്ചപ്പാടിലൂടെയായിരുന്നുവെങ്കിൽ, നാം ഈ വിഷയത്തെ നോക്കിക്കണ്ടത് അമ്മ എന്ന കാഴ്ചപ്പാടിലായിരുന്നു. അതുകൊണ്ടാണ് പരമപൂജനീയ ഗുരുജി ഈ രീതിയിൽ അമ്മയെ വീതം വെച്ച് വെട്ടിമുറിച്ച് മക്കൾ കഷ്ണങ്ങളാക്കി കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല എന്ന മറുപടി പറഞ്ഞിരുന്നത്. ഇവിടെ ഭാരതത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ആർക്കാണോ ഈ കാഴ്ചപ്പാടുള്ളത് ആ കാഴ്ചപ്പാടുള്ളവർക്ക് ഈ നാടിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയായിരുന്നു ആദ്യം ഈ ഒരു ഭാവന എന്ന് പറയുന്നത് ഒരു മനസ്സിൽ വരച്ചു വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചിത്രം, ഭാരതമാതാവ് എന്ന നിലയിൽ വരച്ചു വെക്കാൻ കഴിയുന്ന ഒരു ചിത്രം അദ്ദേഹം ഗാനത്തിലൂടെ, ഇപ്പൊ നമ്മൾ ചൊല്ലിയിട്ടുള്ള ഈ വന്ദേമാതര ഗാനത്തിലൂടെ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് അത് നമ്മുടെ അവനീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം അത് ഭാരത് മാതാവിനെ വരച്ചു. പിന്നീട് അതിനുശേഷം പിന്നീട് ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഒരു രേഖാചിത്രമായി നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ആ കാഴ്ചപ്പാട് ആർക്കാണോ ഉള്ളത് അത് യഥാർത്ഥത്തിൽ ആ കാഴ്ചപ്പാടുള്ളവർക്കേ ഭാരതത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇത് ആധുനിക ചരിത്ര കാലഘട്ടത്തിൽ സംഭവിച്ചത്. എന്നാൽ ഭാരതം എന്ന നമ്മുടെ നാടിനെ കുറിച്ചുള്ള സങ്കല്പം യഥാർത്ഥത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
ഉദാഹരണത്തിന് കാളിദാസന്റെ കുമാരസംഭവം എന്ന കൃതിയിലെ ഒന്നാമത്തെ ശ്ലോകം അസ്ഥിപരസ്യം ദിശി ദേവദാത്മ ഹിമാലയോ നാമ നഗാരാജ്യപൂർവ്വസ്ഥിതി പൃഥിവ്യ ഇവ മാനദണ്ഡ എന്ന അദ്ദേഹത്തിന്റെ ഈ നാടിനെ കുറിച്ചുള്ള ഒരു രേഖാചിത്രം അദ്ദേഹം ശ്ലോകത്തിലൂടെ വരയ്ക്കുകയാണ്. ഹിമാലയം, വടക്ക് ഹിമാലയം നഗാധിരാജൻ എന്ന പർവ്വതരാജൻ എന്ന നിലയിൽ നിലനിൽക്കുന്ന ഹിമാലയം രണ്ട് കൈകളിലും രണ്ട് ഗംഗാസാഗരത്തിലേക്കും സിന്ധുസാഗരത്തിലേക്കും രണ്ട് കൈകൾ ആഴ്ത്തിയിട്ടുകൊണ്ട് നിൽക്കുന്ന ഭാരതത്തിന്റെ പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ വന്ദേമാതരം ഉൾപ്പെടെയുള്ള ഈ ഭാരതാംബ എന്ന ആ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇന്ന് ഭാരതമാതാവ് ഒരു കൊടി പിടിച്ചു നിൽക്കുന്ന സ്ത്രീയായും അതുപോലെ അതൊരു വർജിക്കപ്പെടേണ്ടുന്ന ഒരു ചിത്രമായും ഒക്കെ ഇന്ന് പലരും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഭാരതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേയൊരു കാരണം ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു വലിയ ജനസഞ്ചയം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്ന്. ഭാരതം ഈ നമ്മള് ആധുനിക കവികളിൽ മധുസൂദനൻ നായരുടെ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി എന്ന നിലയിൽ മധുസൂദനൻ നായരുടെ ഭാരതീയൻ എന്ന കവിത നമുക്ക് ഒക്കെ സുപരിചിതമായിരിക്കും. ഭാരതീയം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത്, ആണ്ടേക്കൊരിക്കലൊരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം, മച്ചൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതുന്ന വരയിലോ ഭാരതം, വർഷപരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം എന്ന് ചോദ്യം ഉന്നയിക്കുന്നു അദ്ദേഹം. എന്താണ് യഥാർത്ഥത്തിൽ ഭാരതം? അതാണ് ഈ നാടിന്റെ നിലനിൽപ്പിന്റെയും വിഭജനത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനം. അതാണ് ഭാരതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. 17 രാജ്യങ്ങളായിട്ടാണ് നാം കാണുന്നതെങ്കിൽ വിഭജനം നമുക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ടായിരുന്നു 1987 EMS നമ്പൂതിരിപ്പാട് എഴുതിയിരുന്നത്, വിഭജനത്തിനു മുമ്പ് ഭാരതം ബഹുരാഷ്ട്ര രാജ്യമായിരുന്നു. എന്നാൽ 47 ഭാരതം വിഭജിക്കപ്പെട്ടപ്പോൾ 3 ബഹുരാഷ്ട്ര രാജ്യങ്ങൾ ഉണ്ടായി. ഒന്ന് ബംഗ്ലാദേശും ഒന്ന് പാകിസ്ഥാനും. അതോ വർഷപരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട് വരയിലോ ഭാരതം. അധ്യാപകൻ ഒരു ഗ്ലോബ് തിരിക്കുന്ന സമയത്ത് കൺമിന്നിലൂടെ മിന്നി മറഞ്ഞു പോകുന്ന ആ ഭാഗമാണോ ഭാരതം? എന്താണ് ഭാരതം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? സ്വന്തം അച്ഛനെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചിത്രം രൂപപ്പെട്ടു വരുന്നു. അമ്മയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മുടെ അമ്മയുടെ ചിത്രം വരുന്നു. നമ്മുടെ വീടെന്ന് കേൾക്കുമ്പോൾ വീടിന്റെ ചിത്രം വരുന്നു. ഭാരതം എന്ന് കേൾക്കുമ്പോൾ എന്ത് ചിത്രമാണ്? പിന്നീട് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തെ കുറിച്ച് അദ്ദേഹം പറയും. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക കവികൾ പോലും ഇന്നും കാളിദാസൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നു. 2000 അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1700-1800 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിരുന്നു. അതേ രീതിയിൽ ഇന്നും നൈരന്തര്യം കൈവിടാതെ ഭാരതം എന്ന ആ കാഴ്ചപ്പാട് നിലനിർത്തി പോന്നിരുന്ന ഒരു ജനസഞ്ചയം ഭാരതം മാതാവാണ് എന്ന കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇതിന് മറുപടി കാണുമ്പോൾ നമുക്ക് നമ്മുടെ സംഘടനയെ കുറിച്ച്, നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച്, ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ കക്ഷി രൂപപ്പെട്ടു വന്നതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച രാജനൈതിക രംഗത്ത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആരുമില്ലാതിരുന്ന പരിസ്ഥിതിക്ക് ഒരു പരിഹാരം എന്ന നിലയിലും, അതുപോലെ ഭാരതത്തിന്റെ രാജനൈതിക രംഗത്ത് ഭാരത് മാതാ കി ജയ്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തോടുകൂടി ഏറ്റെടുക്കാൻ ആളില്ലാതെ പോയ മുദ്രാവാക്യം, സ്വാതന്ത്ര്യ സമ്പാദനത്തോടുകൂടി ഏറ്റെടുക്കാൻ ആളില്ലാതെ പോയ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു രാജനൈതിക കക്ഷി രൂപപ്പെട്ടു വന്നില്ലെങ്കിൽ ഇത് ആവർത്തിക്കും എന്നുള്ള അനുഭവത്തിൽ ആ തിരിച്ചറിവിൽ നിന്നും, അതുപോലെ ഭാരതീയ സമൂഹത്തെ വിഭജിക്കുകയും ഈ വിഭജനം നടത്തിയവർക്ക് തന്നെ അവരെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വീണ്ടും വോട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന ഗതികൾ, ഇതിന്റെ പരിഹാരം എന്ന നിലയ്ക്ക് ഇത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലയ്ക്കായിരുന്നു ഭാരതീയ ജനസംഘം രൂപപ്പെട്ടിരുന്നത്. ഭാരതീയ ജനസംഘം രൂപപ്പെട്ടതിന് ശേഷം, അതിനുശേഷം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരുള്ള നമ്മുടെ ഈ സംഘടന
ആ സംഘടനയിലൂടെ വളർന്നു വരുന്ന സംഘടനയിലൂടെ സംഭവിച്ചിട്ടുള്ള പരിവർത്തനങ്ങൾ, ആ പരിവർത്തനത്തിന്റെ ഒക്കെ മൂല മന്ത്രം അല്ലെങ്കിൽ അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഭാരതത്തെ കുറിച്ചുള്ള ഈ സങ്കല്പമാണ്. രാജനൈതിക രംഗത്ത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാനും ഭാരതം ഒരു രാഷ്ട്രമാണ് എന്ന കാഴ്ചപ്പാട് ഈ രാജനൈതിക രംഗത്ത് അരക്കി പ്രവർത്തിക്കാനും. ഇന്നിപ്പം നമ്മുടെ നാട്ടില് 900 രാഷ്ട്രീയ കക്ഷികളുണ്ട്. എത്രയോ എണ്ണത്തിന് ഈ അടുത്ത ദിവസം നിരോധിച്ചതായി നമ്മൾ പത്രത്തിൽ കണ്ടു, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം പോയതായി. എന്നാൽ 900 വരുന്ന ഈ രാഷ്ട്രീയ കക്ഷികളിൽ ഭാരതം ഒരു രാഷ്ട്രമാണ് എന്ന് അടിവരയിട്ട് പറയുന്ന, അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയാണ്. അത്യാവശ്യം ചില പ്രാദേശിക കക്ഷികളോ ഒക്കെ ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ ഈ മരുന്നിൽ കൂട്ടാൻ ചിലപ്പം കണ്ടേക്കാം. പക്ഷേ അഖില ഭാരതീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയെ ഇന്ന് ഭാരതത്തിലുള്ളൂ. ഭാരതം ഒരു രാഷ്ട്രമാണ് എന്ന് വിശ്വസിക്കുന്നു. വിഭജനവും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നമ്മുടെ പ്രസ്ഥാനമല്ലാത്ത മറ്റൊന്നും, രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളുമല്ലാത്ത ഒരു സംഘടന പോലും ഭാരതം ഒരു രാഷ്ട്രമാണ്. ബഹുരാഷ്ട്രവാദവും ദുരാഷ്ട്രവാദികളുണ്ട് അനേകം, അതുപോലെ നവരാഷ്ട്രവാദികളുണ്ട് അനേകം, ഏകരാഷ്ട്രവാദികൾ എന്ന നിലയിൽ നമ്മുടെ അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭൂമികയിൽ നമ്മുടെ പ്രാധാന്യവും നമ്മുടെ സവിശേഷതയും. അതുകൊണ്ട് ഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ചിത്രം ഏതാണ് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല. അസ്ഥിത്തരസേനിച്ച് ദേവദാത്മ എന്ന വിശേഷണം അനുസരിച്ച് അങ്ങ് വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതമാകുന്ന തലയിൽ എവറസ്റ്റ് കൊടിമുടിയാകുന്ന കിരീടം വെച്ചുകൊണ്ട് നിൽക്കുന്ന ഭാരതമാതാവ്. എവറസ്റ്റ് കൊടുമുടി എന്ന ആ കിരീടം ഹിമാലയ പർവ്വതമാകുന്ന ശിരസിൽ വഹിച്ചുകൊണ്ട് കുറച്ചുകൂടി താഴത്തേക്ക് വരുന്ന സമയത്ത് അഴിച്ചിട്ട അമ്മയുടെ തലമുടി പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 12 നദികൾ, ലോകത്തിലെ ഏറ്റവും വലിയ 12 നദികൾ അമ്മയുടെ അഴിച്ചിട്ട മുടി പോലെ കണ്ടാൽ കുറച്ചുകൂടി സമതലപ്രദേശത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മുലപ്പാൽ ചുരത്തി നിൽക്കുന്ന അമ്മയുടെ മാരടം പോലെ ലോകത്തിന്റെ തന്നെ ഭക്ഷ്യധാന്യ കലവറയായിട്ടുള്ള സമതലപ്രദേശം. ആ സമതലപ്രദേശവും കഴിഞ്ഞ് കുറച്ചുകൂടി തെക്കോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ അമ്മയുടെ അരയിൽ അണിഞ്ഞ അരഞ്ഞാണം പോലെ വിന്ധ്യപർവ്വതവും കഴിഞ്ഞ് തെക്കോട്ട് ഒന്നുകൂടി സഞ്ചരിച്ചാൽ കാലുകളുടെ ഭാഗം രണ്ടും ഒന്നുകൂടി ഒതുങ്ങി കാൽപാദങ്ങൾ രണ്ടും ത്രിവേണി സംഗമത്തിൽ, സിന്ധുസാഗരത്തിന്റെയും ഹിന്ദു മഹാസാഗരത്തിന്റെയും ഗംഗാസാഗരത്തിന്റെയും ത്രിവേണി സംഗമത്തിൽ ശ്രീപാദശിരയിൽ പാദങ്ങൾ രണ്ടും ചേർത്തുകൊണ്ട് സദാ തിരമാലകൾ അമ്മയുടെ പാദപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന മനോമോഹിനിയായ ഭാരതാംബയുടെ ചിത്രം. ആ ചിത്രം മനസ്സിലേറ്റുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഭാരതത്തിന് നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഭാവിയിലും വിഭജനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി കാണേണ്ടുന്ന ചുമതല നമുക്കാണ്. ഭാവിയിൽ ഇങ്ങനെയൊരു വിഭജനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ ഒരൊറ്റ പരിഹാരമാണ് മനുഷ്യന്റെ മനസ്സിൽ ഈ ഒരു മുദ്ര ചാർത്തുക എന്നുള്ളത്. ഭാരതത്തെ സംബന്ധിച്ച ഈ തരത്തിലുള്ള ഒരു ചിത്രം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആന്തരിക്കൊരിക്കൽ ഓഗസ്റ്റ് 15 നുണയുന്ന മധുരത്തിലല്ല, നാളെ അനേകം പരിപാടികൾ നടക്കാൻ പോവുകയാണ്. നാം ഒരു 2-3 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്ക് തന്നെ 4 ഗ്ലാസ് പായസം കുടിക്കേണ്ടി വരും, ഒരുപാട് മുട്ടായികളും തിന്നേണ്ടി വരും. പക്ഷെ ഇത് വിതരണം ചെയ്യുന്നവരുടെയും കഴിക്കുന്നവരുടെയും മനസ്സിൽ ഭാരതത്തെ കുറിച്ചുള്ള ചിത്രം എന്താണ്? ഭാരതം ആരാണ്? ഭാരതം എന്താണ്? ഭാരതം എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മളിലൂടെ പൊതുസമൂഹത്തിന് ലഭിക്കേണ്ടത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തെ ഭാരതാംബ എന്ന ആ ഒരു മനോമോഹനമായ ആ ഒരു രൂപം മനസ്സിൽ തെളിയുന്നവർക്ക് മാത്രമേ വിഭജനത്തെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് ഒരു മാർഗവും അതില്ല. ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ എത്രമാത്രം ഉത്തരവാദിത്വമുള്ള, എത്രമാത്രം ഒരു ഗൗരവമുള്ള രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണ്. കേവലം അധികാരത്തിന്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ഇതെന്ന് ഇന്ത്യയായിട്ട് പറയാറുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രചരണത്തിന് വേണ്ടിയാണ്. ആ പ്രചരണത്തിലൂടെയാണ്,
അവസാനത്തെ വീട്ടിലും എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും അവസാനത്തെ വ്യക്തിയെയും ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള അവസരം എന്ന്. വിജയത്തിന്റെയും പരാജയത്തിന്റെയും അല്ല പ്രശ്നം, രാഷ്ട്രത്തിൻ്റെതാണ് പ്രശ്നം. നമുക്ക് നേരിട്ട് പോയിട്ടുള്ള ഈ വമ്പിച്ച ഭൂലോക വിഡ്ഢിത്തം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിഭജനമാണോ ആഭ്യന്തര കലാപമാണോ എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ വേണ്ടി ഇതെല്ലാം സംഭവിച്ച പമ്പര വിഡ്ഢിത്തം നടത്തിയിരുന്ന ഈ സംഭവത്തിൽ നിന്ന് 20 ലക്ഷത്തോളം പേരെ കൊലയ്ക്ക് കൊടുത്തിരുന്ന, 20 ലക്ഷത്തിലധികം പേരെ അഭയാർത്ഥികളാക്കിയിരുന്ന ഒരു ജനസഞ്ചയം തന്നെ കറവഴങ്ങി വീഴുന്നതിന് കാരണമായി പോയ ഈ സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ തരത്തിലുള്ള ഒരു ആഹ്വാനം നൽകുന്നതിന് കാരണവും അത് തന്നെയായിരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.